ഇപ്പോൾ തന്നെ 31 കിട്ടുന്ന രീതി വരുമ്പോൾ അത് ഷാറൂഖ് ഖാൻ്റെ ഫേക്ക് ബർത്ത്ഡേ 2/11/65 ആണെങ്കിലും 11+2 13 14 15 16 17 18 19 20 21 22 23 24 വരണം അല്ലേ? അപ്പോൾ റോമിയോയുടെ ബർത്ത്ഡേ കാണുന്ന 11+2 13 40 15 16 17 18 19 20 21 22 23 24 11 × 2 ചെയ്യാൻ വിചാരിച്ചു. ഫേക്ക് ബർത്ത്ഡേ ഷാറൂഖ് ഖാൻ്റെ അഫ്താബ് എന്നാണ് അവരുടെ ശരിക്കുള്ള പേര്, ഷാറൂഖ് ഖാൻ എന്നല്ല. 11 × 22 + 65 നോക്കിയേ, 22 + 23 24 25 26 27 28 29 30 31 32 33 മധുബാലയുടെ ബർത്ത് ഇയറാണ് വരണത്. അതുപോലെ 1 + 19 65 ഫുള്ള് നോക്കിയാൽ 1 + 9 10 11 12 13 14 15 16 17 18 19 20 21 ആ ബാപ്റ്റിസം ചെയ്യണ ഡേറ്റാണ് വരണം എൻ്റെ. അതുപോലെ തന്നെ 23 വരണ രീതി വരുന്നുണ്ട്, അത് പിന്നെ പറയാം. അപ്പം നിങ്ങളോട് എനിക്ക് വെറുപ്പാണ്, മനസ്സിലായ? നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉറപ്പില്ലാത്ത അവസ്ഥ, ശോഷിച്ച അവസ്ഥ, നിങ്ങളുടെ റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല, തമ്മിൽ കുഴിച്ചടിക്കുക, ജീവനില്ലാത്തത് ആരാധിക്കുക, ജീവനില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ശോഷിച്ച അവസ്ഥയിൽ മൂട്ടിന്ന് പറയണ പോലെ പറയാം. തമ്മിൽ നോക്കി കറുത്ത് ഇരുണ്ട മോന്തകൾ, അതൊന്ന് ആരെയും തോക്കുധാരികളെന്നാൽ നിങ്ങൾ പിന്നോട്ട് ഓടിപ്പോവാണ്. അത് കുറക്കണുണ്ട്. നിങ്ങൾ അവിടെ ജനിച്ച് വളർന്നതാണെങ്കിലും പിന്നോട്ട് ഓടിപ്പോവാണ് ചെയ്യണത്, ദൂരെ നിന്ന് കണ്ട. ഞാനത് അടുത്ത കോണിപ്പടി ഇറങ്ങി അത് ഫേസ് ചെയ്യും. എവിടെയോ ദൂരെ കിടക്കണം, തീരെ എനിക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത്, രാജസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിൽ കിടക്കണമ്പോൾ അവരെ നോക്കിയിട്ട് സംസാരിക്കുന്നു. ഏത് ലാംഗ്വേജാണ് ഇഷ്ടമില്ലാത്ത ലാംഗ്വേജാണെങ്കിൽ പറയാൻ ശ്രമിക്കില്ല, ജസ്റ്റ് പറയാം. അവരോട് പറയാം, ഇന്നിപ്പോൾ 600 രൂപ കൊടുത്ത് ദൂരെ യാത്ര ചെയ്യേണ്ടി വരും, അതല്ല ചെയ്യേണ്ടത്. 600 അപ്പോൾ ഓട്ടോയിൽ കൊണ്ടുവരും. അപ്പോൾ നാളെ രാവിലെ 6:30 20 രൂപ കൊടുത്ത് ബസ്സിൽ യാത്ര ചെയ്ത സ്ഥലത്തെത്തും. അപ്പോൾ അതാണ് സംരക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. പക്ഷേ ചോദിച്ചില്ല, എൻ്റെ വഴി നോക്കി ബസ് സ്റ്റാൻഡിലായിരുന്നു. അപ്പോൾ ഏത് 8 മണി 7 മണി രാത്രിയുടെ കാര്യമല്ലേ പറയണേ, 2 മണി പുലർച്ച, 12 മണി 3 മണി പുലർച്ച. അപ്പോൾ നിങ്ങൾ ഇത് ചെറുത്താൻ വെട്ടികൾ സ്വന്തം തള്ളയുടെ റീട്ടാർഡ് നേച്ചർ അനുകരിച്ച് സ്പൂൺ ഫീഡിങ് അനുകരിച്ചിട്ട് കുറച്ച് ആകും പോലെ ആൾക്കാർക്ക് വീണ്ടും ശവപ്പെട്ടിയുടെ ആവശ്യമുണ്ട്, ഫിസിക്കലി ആവശ്യമുണ്ട് ഇല്ല. അപ്പോൾ ഈ വെടിത്തം നിങ്ങൾ അവിടെ ജനിച്ച് വളർന്നതാണെങ്കിൽ അവിടെ നിന്ന് വരണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു പോകാണ്ട് തിരിഞ്ഞ് ഓടിപ്പോവും. അപ്പോൾ എന്താ വെച്ചാൽ പറഞ്ഞ് നടക്കാൻ കാര്യം ഓക്കെ, സ്ട്രേറ്റ് ഫോർവേഡാണെങ്കിൽ ഓക്കെ, ആ രീതിയിൽ നടക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് നിൽക്കണം അവർ. അപ്പോൾ അതിൽ അപ്പോൾ മനസ്സിലാക്കുക, എത്രയോ കുമ്മുട്ടി മുസ്ലിംസ്, മോഹൻലാൽ, കുഞ്ചുവാര്യർ, ഷാറൂഖ് ഖാൻ ഫേക്ക് ബർത്ത്ഡേ, അവർ ഈ ചമർമടഞ്ഞിരുന്ന് അങ്ങനെ കുത്തിയിരുന്ന് ഈ ഡ്രഗ് അടിച്ച് കുടിച്ച് ഒന്നും ചെയ്യാണ്ട് കുളിമുറിയിൽ പോകുമ്പോൾ വരുമ്പോൾ അവർ പറ്റി പിടിച്ച് അഴുക്ക് പോകണില്ലേ, വരച്ച് നോക്കിയാൽ അറിയാം. അപ്പം ആ പേരിന് കുളിച്ച് വീണ്ടും ശവമായവർക്ക് ശവപ്പെട്ടിയുടെ ആവശ്യമുണ്ടോ? ഫിസിക്കലി ചാവേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ആ വിഡ്ഢികൾ ഈ ബലാത്സംഗം, ഫാമിലി കൊലപാതകം, കത്തികുത്ത്, അടിപിടി എല്ലാം ഡിസ്കസ് ചെയ്തു, ഡ്രഗ് അടിച്ച് കുടിച്ച്, ദേഷ്യം കൊണ്ടാണ് പറഞ്ഞല്ലേ, കൊള്ളുണ്ടെങ്കിൽ ഡ്രഗ് അടിച്ച് കുടിച്ച് ഈ വെഡിത്തത്തിന് കൈയടിച്ച്, ഈ വെഡി പ്രൂഫായിട്ട് വിഗ്രഹങ്ങളെ പാതിരികളുടെ ആവശ്യമില്ലാന്ന് പറയുമ്പോൾ പാതിരികളുടെ വേഷം കെട്ടി ആ വെടിപ്പാട്ട് കേട്ട് ലൈഫ് എന്ന് പറഞ്ഞിട്ട് വേസ്റ്റാക്കുന്ന ശോഷിച്ച അവസ്ഥ. അത് കൊള്ളലെന്ന് പറഞ്ഞിട്ട് എന്ത് കുരുട്ട് മോന്തയാണെങ്കിലും സ്വന്തം എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നില്ല, തങ്ങളുടെ റീട്ടാർഡ് നേച്ചർ അതുപോലെ അനുകരിച്ച് വെച്ചിരിക്കുക മോന്തയിൽ. ഷർട്ടും പാൻറ്റും ഊരിയിട്ട് കണ്ണാടി നോക്കിയാൽ അറിയാം അവരുടെ വൃത്തികേട്, അവരുടെ ശോഷിച്ച അവസ്ഥ. അപ്പോൾ അതിൽ എത്ര കടന്ന് എന്ത് ചെയ്താൽ ലവ് ചെയ്താൽ ഓക്കെ, പക്ഷേ അതിൽ പോയിൻ്റ് ശോഷിച്ച പെന്നിങ് ഇക്കോ പെൻറ്റിലൊക്കെ പറഞ്ഞ് ശോഷിച്ചാവസ്ഥ സ്വന്തം നാവുകൊണ്ട് സ്വയം മുറിപ്പെടുത്തി സ്വന്തം വിഷം, ആ വിഷം നിങ്ങൾ തന്നെ കുടിക്കാനിടയോ അറിയില്ലായിരുന്നു. റീട്ടാർഡ് നേച്ചർ, സ്വന്തം തള്ളയുടെയും റീട്ടാർഡ് നേച്ചർ തമ്മിൽ കുഴിച്ചടിക്കണം, ചവറുകളും തമ്മിൽ സ്വന്തം കുഴിച്ചടിക്കാണ്, തമ്മിൽ മുറിവേൽപ്പിച്ച് അവർക്ക് സ്വയം അങ്ങോട്ട് വെറുപ്പില്ല, ഇഷ്ടമില്ല, തമ്മിൽ മെറ്റീരിയലിസ്റ്റിക് നേച്ചറിൽ അല്ലാണ്ട് ഇല്ലാണ്ടാവുക. ഈ ശവമായിട്ട് ശവമായിട്ട് ശോഷിച്ച അവസ്ഥയിൽ മുഴുകുന്നവർക്ക് വീണ്ടും ഒരു ശവപ്പെട്ടിയുടെ ഫിസിക്കലി ചാവേണ്ട കാര്യമില്ല, വീണ്ടും ശവപ്പെട്ടി പൂക്കൾ ഒരുക്കേണ്ട കാര്യമില്ല.